ഹലോ. ഫസ്റ്റ് ടൈമായിട്ട് ഞാനൊരു ലോങ് വീഡിയോ ട്രൈ ചെയ്യാണ് കേട്ടോ. ഇങ്ങനെ ഓൺ വോയിസ് കൊടുത്തിട്ട് ലോങ് വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ലേനു. വ്ളോഗ് പോലെ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. മാത്രമല്ല എന്തെങ്കിലും പുതിയ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആക്കി ഇടാനും മറക്കരുത് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടും ചെയ്യേണ്ടിയേ. ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. 2 ആഴ്ച മുന്നത്തെയാണ് എൻ്റെ വീട്ടിലേക്ക് പോണ ഒരു വ്ളോഗ് ഞാൻ എടുത്ത് വെച്ചതായിരുന്നു. ഒരു സൽക്കാരം പ്രമാണിച്ചാണ് കേട്ടോ ഞാൻ വീട്ടിലേക്ക് പോണത്. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ പാപ്പുവിൻ്റെ സ്കൂൾ കഴിഞ്ഞാണ്ട് ഞങ്ങൾ പോവുകയാണ്. പിന്നെ ശനി ഞായറും ലീവാണല്ലോ. അപ്പോൾ 2 ദിവസം വീട്ടിൽ നിൽക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ പോണത്. അപ്പോൾ ചെന്നാൽ ആദ്യം നമ്മൾ വിസിറ്റ് ചെയ്യുക അടുക്കളയാണല്ലോ. അടുക്കളയിൽ ചെന്നപ്പോൾ അതാ അമ്മയും കുഞ്ഞാന്മാരൊക്കെ തകൃതിയായ പണി കൂടിയാണ് കേട്ടോ. ഓരോരുത്തരും ഓരോ പണി കൂടിയാണ്. ഇങ്ങനെയൊക്കെ പരിപാടി ഉണ്ടായിരുന്ന ടൈമിൽ ഓരന്നെയാണ് കേട്ടോ ഈ ഫുഡ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അറിയുന്നത്. ആ ചിക്കൻ പൊരിച്ച് വെച്ചിരിക്കണം കേട്ടോ. അതിൽ നിന്നൊക്കെ ഒരു കഷ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ബീഫ് വരട്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്നും ഒരു പീസ് എടുത്ത് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഇന്നത്തെ മെയിൻ ഫുഡ് പറയുന്നത്. അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. ഓരോന്നിങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ ക്യാഷ്യൂ നട്ട്സിനൊക്കെ നിങ്ങൾ എന്താ പറയല്? നിങ്ങൾ ക്യാഷ്യൂ നട്ട്സ് അല്ലെങ്കിൽ കശുവണ്ടി അങ്ങനെയൊക്കെ പറയലുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും പറയലില്ല കേട്ടോ. ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിന്നേ പറയലുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞാലേ നമുക്കൊരു തൃപ്തിയുള്ളൂ. അല്ലാത്തതൊക്കെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. ബാക്കി ഇൻഗ്രീഡിയൻസ് മസാലക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ. അവിടെ സൈഡിൽ തൈരച്ചാറ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മസാല വെക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, റെഡിയാക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ പൊരിച്ചൽ കഴിഞ്ഞങ്ങാണ്ട്. പിന്നെ ഈ ബിരിയാണീൻ്റെ ഒരു ഷോർട്ടാണെങ്കിലും ബിരിയാണീൻ്റെ മാത്രം ഒരു മേക്കിംഗ് വീഡിയോ ചെയ്യണം എന്നൊരു താല്പര്യം പ്ലാനിലൊക്കെയാണ് ഇരുന്നിരുന്നത്. പക്ഷേ എങ്കിലുണ്ടല്ലോ ഈ ഇരിക്കുന്ന ആൾ ഈ ഇരിപ്പേന്നു ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടായില്ല. അതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് എല്ലാ ഭാഗവും ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. അവിടെ ഇവിടെ ഓരോ ക്ലിപ്സേ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ കിട്ടിയത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ ഇനി. അപ്പോൾ വെള്ളം തിളച്ചിങ്ങാണ്ട് അരി ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് വേണ്ട മരുന്നുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഉപ്പും. പിന്നെ ആ കാണുന്ന ഓല ഉണ്ടല്ലോ, അതിപ്പോൾ എല്ലായിടത്തും പോപ്പുലറാണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ബിരിയാണിക്കൊരു സ്മെല്ലിനും ഒക്കെ വേണ്ടിയിട്ട് ഇടുന്നതാണ്. പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അത് വീട്ടിലുണ്ട് കേട്ടോ. അത് 2 ഇല അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണി ദമ്മാക്കിയാണ്ട് പരിപാടികളൊക്കെ ഏതാനും കഴിഞ്ഞല്ലോ. പിന്നെ വെൽക്കം ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്ന പണി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്യാരറ്റ് വെച്ചിട്ടായിരുന്നു ജ്യൂസ് ഉണ്ടായിരുന്നത്. ക്യാരറ്റ് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പാലും പഞ്ചസാരയും കസ്കസും ഒക്കെ ഇട്ടുകൊണ്ട് ഒന്ന് റെഡിയാക്കി മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ആ പരിപാടി ഞാൻ ചെയ്തുകൊണ്ട് അത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡിന് ശേഷം കഴിക്കാൻ കസ്റ്റേർഡ് ആയിരുന്നു കേട്ടോ. കസ്റ്റേർഡ് അവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന പണിയൊക്കെ കുഞ്ഞാമാർ തന്നെ കഴിച്ചിരുന്നു കേട്ടോ. പൈനാപ്പിൾ കട്ട് ചെയ്തിട്ടില്ലേനു. പൈനാപ്പിൾ ആദ്യം തന്നെ കട്ട് ചെയ്തിട്ടാൽ അത് കഴിക്കും എന്നുള്ളൊരു അഭിപ്രായം ഉള്ളതുകൊണ്ട് അത് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ കസ്റ്റാർഡ്ക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സൊക്കെ ഇടാം കേട്ടോ ചെയ്തത്. കസ്റ്റാർഡ് കുറേ നേരത്തെ അമ്മ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. അത് ചൂടൊക്കെ പോയി തണുത്ത് വരണമല്ലോ. അപ്പോൾ അത് കുറച്ച് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പിന്നെ ഈ ഫ്രൂട്ട്സ് കട്ട് ചെയ്തൊക്കെ ഇട്ടു. ആപ്പിളും നേന്ത്രപ്പഴവും മുന്തിരിയും ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഫ്രൂട്ട്സ് റുമാമ്പഴമൊക്കെ. അപ്പോൾ അത് ഓരോന്നോരോന്നാക്കി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കണ്ട് വെച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുക കേട്ടോ ചെയ്തത്. പൈനാപ്പിൾ അപ്പം ഇട്ടില്ല. പൈനാപ്പിൾ സെർവ് ചെയ്യുന്ന ടൈമിൽ ഇടാമെന്ന് വെച്ചിട്ട് പൈനാപ്പിൾ അപ്പം ഇട്ടില്ല, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ അത് മിക്സായി നമ്മളെ ഫുഡൊക്കെ ഏതാനും ഫുള്ളും റെഡിയായി. അപ്പോൾ കസ്റ്റാർഡായി, വെൽക്കം ഡ്രിങ്കായി, ബിരിയാണിയായി, ബീഫായി, ചിക്കൻ പൊരിച്ചതായി, അച്ചാറുകൾ, അങ്ങനെ എല്ലാം റെഡിയായി. പിന്നെ കുറേ കഴിഞ്ഞിട്ട് സൽക്കാരക്കാർ വന്ന് തുടങ്ങിയപ്പോൾ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് പരിപാടി തുടങ്ങി കേട്ടോ. അനിയൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ നമ്മൾ സൽക്കാരക്കാർ. പിന്നെ നമ്മൾ ഉപ്പാൻ്റെ വീട്ടിലത്തെ എല്ലാവരും ഉണ്ടായിരുന്നു, ഉപ്പാൻ്റെ വീട്ടുകാർ, കുടുംബക്കാർ. അങ്ങനെ ബിരിയാണി ദമ്മൊക്കെ പൊട്ടിച്ച് വിളമ്പി, ചിക്കൻ പൊരിച്ചത്, അങ്ങനെ എല്ലാം വിളമ്പണ ക്ലിപ്സൊന്നും ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. കപ്പിൾസാണ് കേട്ടോ ആദ്യം ഇരുന്നത്. ഓല് ഫുഡ് കഴിക്കാതിരുന്ന നേരം കൊണ്ട് നമ്മൾ കസ്റ്റേർഡ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിൽ ഐസ്ക്രീം വെച്ചിട്ട് അത് സെർവ് ചെയ്ത് അവൾക്ക് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിലെ കുട്ടികളാണ് എത്തിയത്. കഴിഞ്ഞിട്ട് വേറെ ഓൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഓലിരുന്നു. അങ്ങനെ ഓല ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഏതാനും എല്ലാവരും പോയി കഴിഞ്ഞ് സൽക്കാരക്കാരും വിരുന്നുകാരൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളെ ഫാമിലി ഫുഡ് കഴിക്കാനിരിക്കുന്നത്. അത് പിന്നെ എല്ലാവരും പോയി കുറച്ചധികം നേരം നീണ്ട ഫുഡ് കഴിക്കൽ തന്നെയായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ പരിപാടി ഉണ്ടാകുമ്പോഴല്ലേ എല്ലാവരും കൂടുക. അപ്പോൾ ചിരിയും കളിയും തമാശയൊക്കെ ആയിട്ട് കുറച്ചധികം നേരം നീണ്ട ഫുഡ് കഴിക്കൽ തന്നെയായിരുന്നു കേട്ടോ. സിയ ഈ നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൂപ്പരെ കൊണ്ട് വലിയ ശല്യം ഉണ്ടായിരുന്നില്ല ഉറങ്ങിയത് കൊണ്ട് തന്നെ. അങ്ങനെ ഞാനും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. എല്ലാം ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു കേട്ടോ.
എല്ലാതും ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ ഐറ്റംസും നല്ല ഫുഡേനു. പിന്നെ കുറച്ച് കസ്റ്റേർഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ചധികം ഐസ്ക്രീം ഇട്ടുകൊണ്ട്. അപ്പോൾ സൽക്കാര വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യട്ടോ.